മധുരമാറ്റിൻ്റെ കിടിലനൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദുവിൻ്റെയും അനിയുടെയും മനസ്സിൽ അവർക്കൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ഇവർ ഉറങ്ങുന്ന സമയത്ത് നന്ദുവും ഇങ്ങനെ അനിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അനിയുടെ മനസ്സിലും നന്ദുവിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ ആലോചനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പക്ഷേ നമ്മളെ നന്ദു അത്രയ്ക്കൊന്നും ആലോചിച്ചില്ലെങ്കിലും പക്ഷേ അനിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ അനിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒരുമിപ്പിച്ചെങ്കിൽ എന്നൊക്കെ നമ്മളെ അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദർശം നയനയാണെങ്കിലും ഇവരെ കാര്യം തന്നെ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ നയന പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ നന്ദുവിൻ്റെ കയ്യിലല്ല തെറ്റെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അനിയാണല്ലോ നന്ദുവിനെ വലിച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നയന ആദർശിൻ്റെ അടുത്ത് പറയുകയാണ്. നമ്മൾ നയന പറയുന്നുണ്ട്, അനിയെ തിരക്കി നമ്മൾ നന്ദു പോയതാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദു പോയ സമയത്ത് അനിയാണല്ലോ ഇങ്ങനെ നന്ദുവിനെ വലിച്ചിങ്ങനെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നതല്ല, നന്ദു അങ്ങോട്ട് പോയതല്ലല്ലോ. അപ്പം എനിക്കറിയാം എന്തായാലും അനി മറിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നന്ദു എന്തായാലും അനിയെ തിരക്കി ചെല്ലും എന്നുള്ള കാര്യം എനിക്കറിയാം. അല്ലാതെ പിന്നെ നന്ദുവായിട്ട് അങ്ങോട്ട് പോകുമല്ലോ, അനിയല്ലേ നന്ദുവിൻ്റെ പിറക്കെ ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടാ പിന്നെ ഇപ്പം നമ്മളെ നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടാ ഇവരെ തമ്മിൽ പിരിക്കാൻ പറ്റുമെന്ന് എന്തായാലും ഇനി പറ്റുന്ന കാര്യമല്ല. എന്തായാലും നമ്മളായിട്ട് എന്തായാലും ഇവരെ ഒരുമിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതിനൊട്ട് ഞാൻ സമ്മതിക്കത്തതുമില്ല. കാര്യം വെച്ചാൽ ഞാനും ചേച്ചിയും ഇവിടെ എന്തായാലും വന്നിട്ടുണ്ട്. ഇനി മൂന്നാമതൊരാളും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും പുറത്തുള്ളവർ അതൊരു തെറ്റായിട്ടൊക്കെ പറയും. ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം ആദർശ് പറയും, അതൊരു മോശത്തരവും ഒന്നും ആരും പറയത്തില്ല. നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൈകാര്യം ചെയ്തേനെ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ആയിരുന്നെങ്കിൽ അനാമിക എന്ന അവൾ എന്തായാലും ഈ ഒരു കുടുംബത്തിൽ വരത്തില്ലായിരുന്നു. അവൾ എന്തായാലും ഈ ഒരു കുടുംബത്തിന് ചേർന്നൊരു പെണ്ണും അല്ല, എനിക്ക് പറ്റിയൊരു ഭാര്യയല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശ് എൻ്റെ അടുത്ത് പറയുകയാണേ. ആദർശ് പറയുന്നുണ്ട്, അമ്മയാണെങ്കിൽ അന്ന് ചിലപ്പോൾ സമ്മതിക്കത്തില്ലായിരുന്നു, ഇന്നെന്തായാലും അമ്മ നമ്മളെ കൂടല്ലേ നിൽക്കുന്നത്. പിന്നെ അത് കണക്ക് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണല്ലോ നമ്മളെ കൂടെ നിൽക്കുന്നത്. കാര്യം വെച്ചാൽ അന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവരാരും ഇങ്ങനെ വിശ്വസിക്കാത്ത രീതിയിലൊക്കെ അല്ലേ നിന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിന്തിച്ചത് എന്താ, ഈ കാര്യം അറിഞ്ഞാൽ മുത്തശ്ശൻ ഒന്നാതെ വയ്യായികയിരുന്നു, ഇനി മുത്തശ്ശനും എന്തെങ്കിലും അസുഖം കൂടുമെന്നുള്ള ഒരു പേടിയൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ ഈ കാര്യം ആരടുത്തും പറയാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശൻ അനിയും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ ഇങ്ങനെ നന്ദുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അനിക്കാണെങ്കിൽ നന്ദുവിനെ കാണാനൊരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ മനസ്സിൽ. സ്വപ്നം കണ്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ അനിയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്നത് നമ്മൾ ആദർശൻ നയനയും കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നയനയും ആദർശം പറയുന്നുണ്ട്, ഈ സമയത്ത് ഇവനിത് എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഇനി നന്ദു എങ്ങാനും പുറത്ത് വരാനെങ്ങാനും പറഞ്ഞിട്ടെങ്ങാനും പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശൻ നയനയും കൂടെ ഇങ്ങനെ പറയുന്നുണ്ടേ. അപ്പം നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് നന്ദുവിനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നന്ദുവിനെ വിളിക്കുമ്പം നന്ദു നല്ല ഉറക്കം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നന്ദു ആണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ചോദിക്കും, എന്താ ചേച്ചി എന്താ വിളിച്ചത്, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മളെ നയന് പറയുന്നുണ്ട്, ഇല്ല മോളെ പ്രശ്നങ്ങളൊന്നുമില്ല, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പം നന്ദു പറയും, ഞാനെവിടെ പോകാനാ ചേച്ചി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മളെ ചേച്ചി വിളിച്ചപ്പോൾ ഇനി ഞാൻ ഇനി അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായികയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തതാണെന്ന് ഇങ്ങനെ പറയുകയാണേ. നമ്മളെ നയന പറയും, ഇല്ല മോളെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല, എന്താ മോളെ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നയനയാണെങ്കിൽ നമ്മൾ അനി പുറത്തോട്ട് പോയ കാര്യമൊന്നും നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നയന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൾ വീട്ടിൽ തന്നെ ഉണ്ട്, അവൾ ഉറക്കമായിരുന്നു, അത് അവളെ സംസാരം കേട്ടാൽ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നയന പറയുന്നുണ്ട്, എന്തായാലും ചിലപ്പോൾ അവന് ഫ്രണ്ട്സിനെ കാണാൻ എങ്ങനെ പോയതായിരിക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സിനെ കാണാൻ പോകലും ഇങ്ങനെ കൂടലൊക്കെ ഉണ്ടല്ലോ, അത് ആയിരിക്കും എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ പറയുന്നുണ്ട്, ഇനി അവൾ എനിക്ക് സമാധാനം ഒന്നും കൊടുത്ത് കാണത്തില്ല, അങ്ങനെ അവൻ ഇറങ്ങി പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ആദർശം പറയുന്നുണ്ട്, അതായിരിക്കും സംഭവം, അതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ കിടക്കാൻ വേണ്ടി ഇവരും റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് പോയ അനിയാണെങ്കിൽ നമ്മളെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയാണെങ്കിൽ സൗണ്ടൊന്നും വെക്കാതെ അടുക്കളയിൽ കതവൊക്കെ തുറന്നിട്ട് നമ്മൾ അനിയാണെങ്കിൽ അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയറുന്ന സമയത്ത് അവിടെ എന്തോ തറയിലൊക്കെ വീഴുന്നുണ്ട്. വീണപ്പോൾ ശബ്ദം കേട്ടിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ചിന്തിക്കുന്നുണ്ട്, ഇതാരാ ഇപ്പോൾ ഈ സമയത്ത് അടുക്കള സൈഡിൽ നിന്നാണല്ലോ സൗണ്ട് കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ പുറത്തോട്ട് വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മളെ നന്ദുവിന് ആണെങ്കിൽ അനി കാണുന്നുണ്ട്. അപ്പം അനി പറയുന്നുണ്ട്, ഞാനാ നന്ദു എന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മൾ അനി ചോദിക്കും, നന്ദു ചോദിക്കും, നീ എന്താ ഈ സമയത്ത്
സമയത്ത് ഇവിടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു മോശമായ സ്വഭാവമാണ്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയും പിന്നെ എനിക്ക് നിന്നെ കാണാൻ വേണ്ടി തോന്നി, അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കതവ് തുറന്നിട്ട് അനി അകത്തോട്ട് കയറും കേട്ടോ. അപ്പോൾ അനി പറയും ഇതിവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നീ അച്ഛനും അമ്മയും ഒന്നാതെ എനിക്ക് സ്വസ്ഥതയും സമാധാനം തരാതിരിക്കുവാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമായ പരിപാടിയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ആ നന്ദു പറയും നീ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ കൺവട്ടത്ത് പോലും വരാത്ത സ്ഥിതിയിൽ ഞാൻ എവിടെന്നെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിച്ച് ഏതെങ്കിലും സ്ഥലത്തേക്ക് ഞാൻ പോകുമെന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് ഇല്ല നന്ദു ഞാൻ ഇനി ഇങ്ങനെ ചെയ്യത്തില്ല, എനിക്കെന്തോ പെട്ടെന്ന് നിന്നെ കാണണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തതാ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.